ഇറങ്ങാൻ വേണ്ടി പണ്ട് ഞാനൊക്കെ പോയി രജിസ്റ്റർ ചെയ്യുമായിരുന്നു. അന്ന് പിന്നെ ഒരു പിള്ളാച്ചനായിരുന്നു ആ കോട്ടയത്ത്, പിന്നെ കളക്ടറേറ്റിൻ്റെ അവിടെ രജിസ്ട്രാർ ഓഫീസിലെ ഒരു പിയൂണ്. അന്ന് ഞങ്ങൾ 25 രൂപയാണ് പുള്ളിക്ക് കൊടുക്കുന്നത്. 25 രൂപ ഉണ്ട് പുള്ളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അത് ശരിയാക്കി തരും. എന്ന് പറഞ്ഞാൽ ഒരു രജിസ്ട്രേഷൻ നമ്പർ തരും സൊസൈറ്റി. ഇത് പുതുക്കത്തുമില്ല, ഇലക്ഷൻ നടത്തത്തുമില്ല, എല്ലാ കൊല്ലം പുതിയ പോയി എടുക്കും. അപ്പോൾ അന്ന് കെ എന്ന് പറഞ്ഞാൽ എന്നെ കെ 7258 എന്നൊക്കെ പറഞ്ഞൊരു നമ്പർ തരും. ഇത് ബാനറിൽ എഴുതി വെച്ചിട്ട് നമ്മൾ കരോൾ നടത്താൻ പോകും, പോലീസ് പിടിക്കാതിരിക്കാനാണ്. അങ്ങനെ അന്ന് കോട്ടയത്തുള്ള പിള്ളേർ സെറ്റ് മുഴുവൻ ഈ കരോൾ ഇറങ്ങാൻ വേണ്ടി അവിടെ ചെന്ന് ഈ പിള്ളാച്ചിന് കാശ് കൊടുക്കും. അങ്ങനെയാണ് രജിസ്ട്രേഷൻ എടുത്തുകൊണ്ടിരുന്നത്. അത്രേ ഉള്ളൂ കാര്യം. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടുപോയി മേടിക്കുന്ന ഒരു രജിസ്ട്രേഷനാണ് ഈ സൊസൈറ്റീസ് ആക്ടിൻ്റെ രജിസ്ട്രേഷൻ. ആ രജിസ്ട്രേഷനാണ് നിങ്ങൾക്കുള്ളത്. അതാണ് ഈ ലൈവിൽ വന്ന് എന്നെ ചീത്ത വിളിക്കുന്നത്. ഞങ്ങൾ രജിസ്റ്റേർഡ് ആണെന്ന് പറഞ്ഞ് ഏതോ പെണ്ണുങ്ങളെ ഭ്രമിപ്പിക്കാൻ വേണ്ടി ഒരുത്തൻ ഇരുന്ന് രജിസ്റ്റേർഡ് ആണെന്ന് പറയുന്നുണ്ട്. നിനക്കുള്ള രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം കരോൾ ഇറങ്ങാൻ വേണ്ടി മേടിച്ചിരുന്ന സെയിം രജിസ്ട്രേഷനാണ് നിനക്കുള്ളത്. അത് വലിയ കാര്യമില്ല. അപ്പം അത്രയുള്ള രജിസ്ട്രേഷൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ ചുമ്മാ കാളികൂളി പിള്ളേർ കരോൾ ഇറങ്ങാൻ മേടിക്കുന്ന ഒരു രജിസ്ട്രേഷൻ. അതാണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ. വലിയൊരു കാര്യമുള്ള കാര്യമല്ല, അതേ ഉള്ളൂ. അത് വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. അത് വെച്ചോണ്ട് ഓർത്തഡോക്സ് സഭയുടെയും കത്തോലിക്ക സഭയുടെയും ഒപ്പം തണ്ടി നിൽക്കത്തില്ല. അത് വേറെ, അത് സഭയാണ്. ഇത് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചുള്ള സൊസൈറ്റിയാണ്. ഇത് രണ്ടും രണ്ടാണ്. അപ്പം അതുകൊണ്ട് അത് മാത്രം മനസ്സിലാക്കുക. പിന്നെ വിശ്വാസത്താൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ ദൈവമക്കളായ നമ്മൾ ഒരുമിച്ച് കൂടുമ്പം അത് കർത്താവിൻ്റെ നാമത്തിൽ നമ്മുടെ സഭയാണ്. നമ്മൾ യൂണിവേഴ്സൽ ചർച്ചിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ്? അതാണ് നമ്മൾ പറയുന്നത്. ഇത് വിശ്വാസത്താൽ. ഈ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയിപ്പം ഞാൻ ഈ പറയുന്നത് വേണ വലിയ വിവാദമാകും, പക്ഷെ ഇത് സത്യമാണ്. ഇപ്പം ആർക്കെങ്കിലും എവിടുന്നേലും ഒരു ബൈബിള് കിട്ടി. ബൈബിള് കിട്ടിക്കഴിയുമ്പം ഇയാൾ ബൈബിള് വായിക്കുക. ബൈബിള് വായിച്ചു കഴിയുമ്പോൾ ബൈബിളിൽ മകനേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോഴേ ഇയാൾ അസ്യൂം ചെയ്യുകയാണ് ഇത് അയാളോടാണ്. ആണോ? ഈ പ്രശ്നം നമ്മുടെ പല ആളുകൾക്കുണ്ട്. ബൈബിള് തുറന്നു നോക്കുമ്പം ബൈബിളിൽ നിന്ന് വായിക്കണം മകനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ പിന്നെ പറയണം, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളോട് സുവിശേഷം അറിയിപ്പീൻ. ആരോട് പറഞ്ഞു? ഇത് കർത്താവായ യേശുക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാരോട് പറയുകയാണ്. പക്ഷെ വായിക്കുന്നവൻ ചിന്തിക്കുകയാണ് ഇത് എന്നോടാണ്. അങ്ങനെ ഉണ്ടോ ബൈബിളിൽ? ഇതിനാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഉത്തരം തരേണ്ടത്. അതായത് ഒരാൾ ചുമ്മാ റാൻഡമായിട്ട് ബൈബിൾ എടുത്ത് വായിച്ചിട്ട് ബൈബിളിൽ പറയുകയാണ് നീ ഭൂലോകത്തിലെങ്ങും പോയി സുവിശേഷം പറയാം. ആരോട് പറഞ്ഞു? ഇത് വായിച്ചാണ് ഒത്തിരി പേര് ഇറങ്ങുന്നത്. എന്നിട്ടാണ് പിന്നെ പ്രശ്നങ്ങളായി, പട്ടിണിയായി, പരിവട്ടമായെന്ന് പറഞ്ഞ് കത്തെഴുത്തായി, പിരിവായി, നിലവിളിയായി, ലൈവായി, പര്യടനമായി. ഇത് ആരോട് പറഞ്ഞു? നിങ്ങളോട് പറഞ്ഞോ? അപ്പോൾ ഒരു പുസ്തകത്തിൽ എന്തെങ്കിലും വായിച്ചിട്ട് അതൊക്കെ എന്നോടാന്ന് ചുമ്മാ അങ്ങ് തോന്നുക, എന്നിട്ട് സഭ തുടങ്ങുക, കൂട്ടായ്മ തുടങ്ങുക. അങ്ങനെയൊന്നും അല്ല. ഇത് കർത്താവായ യേശുക്രിസ്തു തൻ്റെ സ്ലീഹന്മാരെ ഏൽപ്പിച്ചു. ആ സ്ലീഹന്മാർ പോയി പട്ടണം തോറും അവർ മൂപ്പന്മാരെ ആക്കി വെച്ചു. പിന്നെ അവരിൽ നിന്ന് അടുത്ത മൂപ്പന്മാർ സഭകളുണ്ടായി. അങ്ങനെയാണ് സഭകളുണ്ടായി. പക്ഷെ ആ സഭകളിൽ വിഭാഗങ്ങളുണ്ടായി. പക്ഷേ എങ്കിലും അവർ തമ്മിൽ കമ്മ്യൂണിയനുണ്ട്. ഉദാഹരണത്തിന് ഓർത്തഡോക്സ് സഭയും കാത്തോലിക് സഭയും തമ്മിൽ പിരിഞ്ഞു. അത് എഫേസസ് സുന്നോദോസ് വെച്ചാണ്. ഓർത്തഡോക്സ് സഭയും കാത്തോലിക് സഭയും തമ്മിൽ പിരിയുന്നതിൻ്റെ 2-3 കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം കന്യക മറിയത്തിൻ്റെ അമലോത്ഭവ വിശ്വാസമാണ്. എന്ന് പറഞ്ഞാൽ മറിയം പാപം കൂടാതെ ജനിച്ചവളാണെന്ന് കത്തോലിക്ക സഭ പറഞ്ഞപ്പോൾ മറിയം പാപത്തോടു കൂടിയാണ് ജനിച്ചതെന്ന് ഓർത്തഡോക്സ് സഭ പറഞ്ഞു. അപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിൽ അമലോത്ഭവ വിശ്വാസവും ഇല്ല, അമലോത്ഭവത്വം ഇല്ല. എന്ന് പറഞ്ഞാൽ മറിയം പാപം കൂടാതെ ജനിച്ചാണെന്ന് ഓർത്തഡോക്സ് സഭ വിശ്വസിക്കുന്നില്ല. പക്ഷേ കത്തോലിക്ക സഭ പറയുന്നു മറിയം പാപം കൂടാതെയാണ് ജനിച്ചത്. പിന്നെ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്നാണ് ഓർത്തഡോക്സ് സഭ വിശ്വസിക്കുന്നത്. അത് കത്തോലിക്ക സഭ പറയുന്നത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു. അതൊരു കോൺഫ്ലിക്റ്റ് ആണ്. പിതാവിൽ നിന്ന് മാത്രമാണ് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത്. അപ്പോൾ ഓർത്തഡോക്സ് വിശ്വാസ പ്രമാണം അവർ ചൊല്ലുമ്പോൾ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ സ്തുതിക്കപ്പെട്ട്, അങ്ങനെ അതായത് പിതാവിൽ നിന്ന് പുറപ്പെട്ട്. പക്ഷേ അതേ വിശ്വാസ പ്രമാണം കത്തോലിക്കർ ചൊല്ലുമ്പോൾ
പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെട്ടു എന്നാ പറയുന്നത്. അപ്പം അത് ഈ വ്യത്യാസങ്ങളിലാണ് കത്തോലിക്ക സഭ ഓർത്തഡോക്സ് സഭയെ പിരിയുന്നത്. അപ്പം അവർ പിരിയുന്നത് എന്തിനാണ്? സ്വത്ത് തർക്കത്തിനല്ല, ഈ വിശ്വാസത്തിൻ്റെ. എന്നാലും അവർ തമ്മിൽ കമ്മ്യൂണിയൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ കത്തോലിക്കനെ ഓർത്തഡോക്സുകാരൻ അംഗീകരിക്കും. ഓർത്തഡോക്സിൽ സ്നാനപ്പെട്ട ആൾക്ക് കത്തോലിക്കർ കുർബാന കൊടുക്കും. കത്തോലിക്കരിൽ മാമോദിസ സ്വീകരിച്ച ആൾക്ക് ഓർത്തഡോക്സുകാർ കുർബാന കൊടുക്കും. കത്തോലിക്കരിൽ ഒരാൾ മരണപ്പെട്ടാൽ അവിടെ കത്തോലിക്ക പുരോഹിതൻ അല്ലെങ്കിൽ ഓർത്തഡോക്സ് പുരോഹിതൻ ശവസംസ്കാര ശുശ്രൂഷ നടത്തും. അതാണ് ചർച്ചുകൾ തമ്മിലുള്ള കമ്മ്യൂണിയൻ. അവർ വൺ ബോഡിയാണ്. അപ്പം അങ്ങനെ ആ ചർച്ച് പോരുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ ഡയലോഗ് നടന്നുകൊണ്ടിരുന്നു. ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചും കാത്തലിക് ചർച്ചും തമ്മിൽ സിംഗിൾ പ്രോഫസിങ്ങും ഡബിൾ പ്രോഫസിങ്ങും, പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് മാത്രം പുറപ്പെടുന്നു എന്നുള്ള വിഷയത്തിലും പിതാവിൽ നിന്നും പുത്രനിൽ നിന്ന് പുറപ്പെടുന്നു എന്നുള്ള വിഷയത്തിലും ഡയലോഗുകൾ നടന്നുകൊണ്ടിരുന്നു. അത് എത്ര വർഷം നടന്നെന്നറിയാമോ? അത് 1800 വർഷം അവർ ഡയലോഗ് ചെയ്തു. 2003 കത്തോലിക്ക ഓർത്തഡോക്സ് ആ ഡയലോഗ് അവസാനിപ്പിച്ചു. 2003 എന്ന് പറഞ്ഞാൽ 2003 ആണ്ട് വരെ ഈ വിഷയത്തിൽ അവർ ഡിബേറ്റിംഗ് അല്ല, ഡയലോഗ് നടന്നുകൊണ്ടിരുന്നു. 2003 ഓർത്തഡോക്സ് വിശ്വാസമാണ് ശരിയെന്ന് കാത്തലിക് ചർച്ച് അംഗീകരിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കാത്തലിക് ചർച്ചിന്റെ വലിപ്പം, അവരുടെ ആസ്തി, അവരുടെ 4.25 ലക്ഷം വൈദികരുണ്ട് കത്തോലിക്ക സഭയ്ക്ക്. 4.25 ലക്ഷം വൈദികർ. ആ കത്തോലിക്ക സഭ അവരുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ വളരെ ദുർബലമായിരിക്കുന്ന ഓർത്തഡോക്സ് വിശ്വാസം അവർ 2000 വർഷമായിട്ട് പറഞ്ഞു പിതാവിൽ നിന്നാണ് പുറപ്പെടുന്നത്. എന്നാൽ 2003 കാത്തലിക് തിയോളജിയന്മാർ ഒരുമിച്ച് ഓർത്തഡോക്സ് വിശ്വാസം ശരിയാണെന്ന് എഗ്രി ചെയ്തു. അങ്ങനെ ആ ഡയലോഗ് അവസാനിപ്പിച്ചു. ഇങ്ങനെ ചർച്ചുകൾ തമ്മിൽ കമ്മ്യൂണിയൻ ഉണ്ട്. അപ്പം ഇങ്ങനെ ഈ ചർച്ചിൽ നിന്നാണ് ചർച്ചുകൾ വരുന്നത്. അല്ലാതെ ആരെങ്കിലും അവിടെ വേദപുസ്തകം വായിച്ചിട്ട് സഭ തുടങ്ങുകയല്ല. അങ്ങനെ തുടങ്ങാൻ പറ്റത്തില്ലെന്ന് വേദപുസ്തകത്തിൽ തെളിവുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ അതിനകത്ത് പറയുന്നത് ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസംഗിക്കണമെങ്കിൽ ഒരു നിയോഗമുണ്ടായിരിക്കണം. ആ നിയോഗമില്ലാതെ പ്രസംഗിക്കുന്നവൻ കള്ളനാണ്, സ്വേച്ഛയാണ്. ഒരാൾ ചുമ്മാ ഏതെങ്കിലും മാടക്കട ഇരുന്ന് വേദപുസ്തകം വായിച്ച് മനസ്സിലാക്കിയിട്ട് അവൻ പിറ്റേ ദിവസം തൊട്ട് പ്രസംഗിക്കാറങ്ങി, അങ്ങനെ പറ്റത്തില്ല. അയക്കപ്പെട്ടവന് മാത്രമേ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. അതായത് സ്ക്രിപ്ചറാണ് പറയുന്നത്, തിരുവെഴുത്താണ് പറയുന്നത്. ആരും അയക്കുന്നില്ലെങ്കിൽ അപ്പം അയക്കപ്പെടണം. അപ്പം ഇതിനൊരു ഓർഡർ ഉണ്ടായിരിക്കണം, ഇതിനൊരു ക്രമം ഉണ്ടായിരിക്കണം. ആ ക്രമീകൃതമായിട്ട് മാത്രമാണ് സഭ പോകുന്നത്. പ്രൊട്ടസ്റ്റന്റ് നവീകരണം വന്നപ്പോൾ പോലും അവരത് ഓർഡർ കീപ്പ് ചെയ്തു. അതുകൊണ്ട് ആ ചർച്ചുകൾ തമ്മിൽ ഡയലോഗുകൾ പിന്നെ നടന്നുകൊണ്ടിരുന്നു. കത്തോലിക്ക സഭ അവരുടെ സഭയുടെ ഏറ്റവും വലിയ മുറിവായിരുന്നു പ്രൊട്ടസ്റ്റന്റ് നവീകരണം എന്ന് പറഞ്ഞാൽ മാർട്ടിൻ ലൂതറിന്റെ കാലത്തുണ്ടായ നവീകരണം. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞങ്ങൾ അതിൻ്റെ 500ാം വാർഷികത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന്റെ 500ാം വാർഷികം ലൂതറൻ സഭയും കത്തോലിക്ക സഭയും ഒരുമിച്ച് ആഘോഷിച്ചെന്ന് പറഞ്ഞാൽ കാത്തോലിക് സഭയ്ക്ക് അത്രയേറെ മുറിവുണ്ടാക്കിയ ഒരു സംഭവമായിട്ടും അതിൻ്റെ 500ാം വർഷമായപ്പോൾ കത്തോലിക്ക സഭ അന്ന് ഇരുണ്ട കാലഘട്ടത്തിലൂടെയാണ് പോയിരുന്നതെന്നും അന്ന് സഭയുടെ ഭാഗത്ത് പെശകുകൾ ഉണ്ടായിരുന്നെന്നും സഭ തുറന്ന് സമ്മതിക്കുകയും ആ 500ാം വാർഷികം ഒരുമിച്ച് ആഘോഷിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അവരിപ്പോഴും, അതായത് സഭകൾ തമ്മിലുള്ള കമ്മ്യൂണിയൻ. ഇവിടെ നമ്മുടെ ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കുറവുണ്ടെന്ന് പറഞ്ഞാൽ അവരെ അതിനേക്കാൾ കുറവുകളും വിഷയങ്ങളും പ്രശ്നങ്ങളും വഷളത്തരങ്ങളും ഇപ്പറയുണ്ട്. നെയിം ചെയ്ത് പറയാൻ പോയാൽ ഒത്തിരിയുണ്ട്. പക്ഷെ നമ്മൾ ആ സഭകൾ തമ്മിലുള്ള കമ്മ്യൂണിയൻ ഉണ്ട്. ഇത് ട്രൂ ചർച്ച് വൺ ചർച്ചാണ്. ബോഡി ഓഫ് ക്രൈസ്റ്റ് ഈസ് വൺ. അത് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ ട്രൂ കമ്മ്യൂണിയനിലേക്ക് വരാനുള്ള കാര്യങ്ങളായി പറയുന്നത് ചർച്ച എന്ന് പറഞ്ഞു. ഇത് ഓരോരുത്തരും സ്വേച്ഛയ്ക്ക് എന്തൊരു അഹങ്കാരമാണെന്നറിയോ? മലയാളം അറിയാവുന്ന ആർക്കും വേദപുസ്തകം വായിച്ച് മനസ്സിലാക്കാം. എവിടുന്നെങ്കിലും വേദപുസ്തകം ഫ്രീ ആയിട്ടും കിട്ടും. ഒരു ബൈബിൾ വായിച്ച് വെച്ച് അതിനകത്ത് നിന്ന് കുറേ വാക്യങ്ങളും കുറച്ച് ഒത്തുവാക്യങ്ങളും ഒപ്പിച്ച് പ്രസംഗിക്കാൻ കഴിവേണ്ട പ്രസംഗിക്കുകയും ചെയ്യാം. പക്ഷെ അതൊന്നും ദൈവസന്നിധി സ്വീകാര്യമല്ല. കാരണം ദൈവവചനം പറയുന്നു ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും. അപ്പോൾ പ്രസംഗിക്കുന്ന ആളുകൾ ചിന്തിക്കുക, നിന്നെ ആരാണ് അയച്ചത്? അയക്കപ്പെട്ടവന് മാത്രമേ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. അയക്കപ്പെട്ടവൻ പ്രസംഗിക്കേണ്ടതാണ് കർത്താവിൻ്റെ വചനം. അയക്കപ്പെട്ടവൻ, ആമൈ ആൻ അയക്കപ്പെട്ടവൻ, ഞാൻ ഒരു മിഷണറി ആണോ?
സെൻഡ് ചെയ്യപ്പെട്ടവനാണോ അവർക്ക് മാത്രമേ പറയത്തൂ. അത് ആ ചർച്ച് കണക്റ്റഡ് ആണ്. അങ്ങനെ സെൻഡ് ചെയ്യപ്പെടുമ്പോൾ എല്ലാ ചർച്ചുകളിലൂടെ കണക്ട് ചെയ്യപ്പെട്ട് ഒറ്റ ചർച്ചായിരിക്കും. അതാണ് ബൈബിൾ നൽകുന്ന മാനദണ്ഡം, അതാണ് സഭയുടെ പാരമ്പര്യം, അതാണ് തിരുവെഴുത്തുകളുടെ ശാസനം, അതാണ് അപ്പോസ്തലിക ഉപദേശം, അതാണ് ശ്ലൈഹിക നടപടി. അപ്പം ആ ശ്ലൈഹിക കൽപ്പനയാണത്. ധന്യനായ പൗലോസ്ലീഹയാണ് റോമാലേഖനത്തിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ശ്ലൈഹിക നടപടിയാണ്, സഭയുടെ പാരമ്പര്യമാണ്. സഭയുടെ ഒരു കാലഘട്ടത്തിലും ആളുകൾ തോന്നിവാസം പ്രസംഗിച്ചിട്ടില്ല. നിങ്ങൾ ചർച്ച് ഹിസ്റ്ററി പഠിച്ചു നോക്ക്. ചർച്ച് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് എല്ലാ കാലഘട്ടത്തിലും അയക്കപ്പെട്ടവരാണ് പ്രസംഗിച്ചിരിക്കുന്നത്. അയക്കപ്പെട്ടവരാണ് അയക്കപ്പെടാതെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ പെന്തക്കോസ് നവീകരണം വന്നു കഴിഞ്ഞാണ് അയക്കപ്പെടാതെയുള്ള പ്രസംഗങ്ങൾ തുടങ്ങി. അത് ബ്രദറൻകാരാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്തത്, ആർക്കും പ്രസംഗിക്കാമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് എല്ലാവരും വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാട് അയക്കപ്പെടാതെയുള്ള പ്രസംഗ പരിപാടികൾ തുടങ്ങി. അയക്കപ്പെടാതെയുള്ള പ്രസംഗം മൂത്തപ്പോൾ ആർക്കും സഭ തുടങ്ങാമെന്നായി. അങ്ങനെ വന്നപ്പോൾ അമ്മിണിയും സഭ തുടങ്ങി, അത് കഴിഞ്ഞപ്പോൾ രായപ്പനും സഭ തുടങ്ങി, പിന്നെ ജോർജും സഭ തുടങ്ങി, അങ്ങനെ ചാക്കോയും സഭ തുടങ്ങി, അങ്ങനെ ഓരോരുത്തരും സഭ തുടങ്ങി. ഇപ്പം അനിൽക്കൊടിത്തോട്ടം എന്ന മഹാനായ മനുഷ്യൻ ആ സഭയ്ക്കെല്ലാം അംഗീകാരമുണ്ടെന്നും ആ സഭയെല്ലാം കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും ഒക്കെ പോലുള്ള സഭയാണെന്നും പറഞ്ഞു. അതുകൊണ്ട് ഇനി പ്രശ്നമില്ലല്ലോ. കൂടെ ഒരു വക്കീലിൽ നിന്ന് ആമേനും പറഞ്ഞു. കുറേ ആളുകൾ കൈവടിച്ചു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ തേജസ്സിലും മഹിമയിലും വരും പറയും, നിങ്ങളൊക്കെ ആരാന്ന് ചോദിക്കും. എവിടെയോ പുസ്തകം കിട്ടി, അത് ഞങ്ങളൊരു പുസ്തകം കിട്ടിയായിരുന്നു. എന്നിട്ട് ആ പുസ്തകം വായിച്ചപ്പോൾ ഇതൊക്കെ ഞങ്ങളോടാന്ന് തോന്നി. അപ്പം ഞങ്ങളൊക്കെ അങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങി, ഞങ്ങളൊക്കെ സഭയം തുടങ്ങി. ആരെങ്കിലും പറഞ്ഞോ? അപ്പം അയക്കപ്പെട്ടവരായിരിക്കണം. അപ്പം ചർച്ചുകൾ തമ്മിലുള്ള കമ്മ്യൂണിയൻ ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ആ കമ്മ്യൂണിയനിലേക്ക് ചർച്ചുകൾ മടങ്ങാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഉപദേശങ്ങൾ ഉള്ള ചർച്ചകളെ ഒഴിവാക്കിയിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഉപദേശങ്ങൾ, അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഉപദേശങ്ങളുള്ള ആ ചർച്ചിലൂടെ ആ മെയിൻ ചർച്ചുമായിട്ട് കണക്ട് ചെയ്യപ്പെടുക, മെയിൻ ബോഡി ഓഫ് ക്രൈസ്റ്റുമായിട്ട് കണക്ട് ചെയ്യപ്പെടുക, ആ ഒരു ആശയമാണ് ഇവിടെ പറഞ്ഞത്. അത് ചിന്തിക്കുന്ന തലമുറകൾ, ചിന്താശേഷിയുള്ള യുവജനത അതിനെപ്പറ്റി ചിന്തിക്കട്ടെ. കാരണം ഇപ്പം ചെറുപ്പക്കാർ പഴയ ആളുകളുടെ രീതിയിലല്ല, അവർ കുറെ കൂടെ റീസണബിൾ ആയിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട്, തുറന്ന ഹൃദയത്തോടെ. നിങ്ങൾ ചിന്തിക്കുക, ചർച്ച അങ്ങനെയാണോ, ആർക്കും തുടങ്ങാമെന്നാണോ? അങ്ങനെ തുടങ്ങിയതാണെങ്കിൽ അത് മാറ്റേണ്ടതല്ലേ? നമ്മൾ ട്രൂ ചർച്ചുമായിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ വരേണ്ടതല്ലേ? അതല്ലേ അതിൻ്റെ ശരി എന്ന് ചിന്തിക്കുക. അപ്പം ഈ കാര്യങ്ങളെ പറ്റി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ലൈവ്. പൗലൂസ് ജഡരക്തങ്ങളോട് ആലോചിച്ചില്ല എന്ന് പറഞ്ഞു.